ഇന്നത്തെ റെസിപ്പി ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ നീളമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഒരു പീലർ കൊണ്ട് ഞാൻ ഈ ഒരു 3 ഉരുളക്കിഴങ്ങും നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ 4 വശം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് നിർബന്ധമൊന്നുമില്ല. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റ് അളവിൽ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിനെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു അളവിൽ നമുക്കിതിനെ ഇനി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതും ഒരു 1/4 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത വെള്ളം, ഒരു ബൗൾ നിറച്ച് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് തണുപ്പിച്ച വെള്ളമാണിത്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ സ്റ്റിക്കും നമ്മൾ കട്ട് ചെയ്തതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തണുത്ത വെള്ളത്തിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിന് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോകില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കുറേ സമയം വെക്കുകയെന്നുണ്ടെങ്കിൽ കളർ മാറിപ്പോകും. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് കളർ മാറില്ല. അതുപോലെ ഉരുളക്കിഴങ്ങിൽ നല്ല സ്റ്റാർച്ച് ഉണ്ട്, അതും ഈ വെള്ളത്തിൽ പോയി കിട്ടും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഒരു 15 മിനിറ്റ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിങ്ങനെ ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ 15 മിനിറ്റ് ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അതാ നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്ന കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളർ മാറി വരും, വെള്ളത്തിൻ്റെ കളർ മാറി വരും. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുങ്ങുന്ന വിധത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിന് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളു മാത്രം ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. നല്ലോണം വെന്ത് സോഫ്റ്റ് ആവരുത്. നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്ന വിധത്തിൽ വേവിച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്ര ക്രിസ്പി ആവില്ല, നല്ല സോഫ്റ്റായി പോകും. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു വൃത്തിയിലൊരു ടവൽ എടുത്തിട്ട് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം മുഴുവനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഇതിനെ കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ 1-2 മണിക്കൂർ നമുക്കിതിനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായി തണുത്ത് വന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചതാണിത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിൽ വെച്ച് തണുപ്പിച്ചാൽ മതി. അതല്ല 1-2 ദിവസമോ കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുമ്പെടുത്ത് പുറത്ത് വെച്ചിട്ട് ആ ഒരു ഐസ് ഒന്ന് പോയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിതൊരു മാക്സിമം ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിൽ കൂടുതൽ വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുങ്ങിയിട്ട് ഫ്രൈ ആകുന്ന വിധത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് വരാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്.
അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്, നല്ല കളറെല്ലാം മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ മുഴുവൻ ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.